നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രസാദ്. ഏഹ് പണ്ട് 70ഉം 80ഉം വയസ്സെല്ലാം വന്നിരുന്ന ജീവിതശൈലി രോഗങ്ങൾ 60കളിലേക്കും 50കളിലേക്കും 40കളിലേക്കും 30കളിലേക്കും താഴ്ന്നു. ഇപ്പോൾ 20കളിലും 30കളിലുള്ള ചെറുപ്പക്കാർക്ക് തന്നെ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും എല്ലാം വന്നു തുടങ്ങിയിരുന്നു. അതുമായിട്ട് അനുബന്ധമായ കോംപ്ലിക്കേഷൻസ് പലതും ചെറുപ്രായത്തിലെ കൊഴുകി വീണ് മരിക്കുന്നു. യങ് ഏജിലെ സെക്സ് പ്രോബ്ലംസ്, ഇമ്പോർട്ടൻസ്, ഫ്രിജിഡിറ്റി, സ്റ്റെറിലിറ്റി, ഇൻഫെർട്ടിലിറ്റി ഇതെല്ലാം യങ് ഏജിലെ വന്നു തുടങ്ങി. എന്നിട്ടും ഇത് തിരിച്ചറിയാതെ പോകുന്നു. ഒരു 10% പേര് ഈ പ്രീ ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രീ ഹൈപ്പർ ടെൻഷൻ എല്ലാത്തിലും തുടക്കം ആ സ്റ്റാർട്ടിങ്ങിലുള്ളവരുണ്ടാകും. ഇവർക്ക് 100% റിവേഴ്സൽ ഈസ് പോസിബിൾ. അതാണ് നമ്മൾ പഠിക്കേണ്ട മെയിൻ കാര്യം. പക്ഷെ പ്രോബ്ലം ഇല്ലാത്ത രോഗങ്ങൾ ആരെങ്കിലും കണ്ടുപിടിച്ച് തരൂ, ഞാൻ ചെക്കപ്പിന് പോയിട്ടുണ്ടെങ്കിൽ ഉടനെ എന്റെ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ നോക്കിയിട്ട് എനിക്ക് ഇല്ലെങ്കിൽ പോലും ചെറിയ തുടക്കമൊക്കെ ആണെങ്കിൽ തന്നെ എന്നെ പിടിച്ച് രോഗിയാക്കി കളയുമോ? ഇതാരും നിങ്ങളെ പിടിച്ച് കെട്ടിയിട്ട് ചികിത്സിക്കുന്നുണ്ടാവും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങളുടെ ജീവിതശൈലി താളം തെറ്റുമ്പോൾ നിങ്ങളുടെ അകത്ത് പതുക്കെ പതുക്കെ നമ്മൾ വെറുതെ ഒന്ന് മനസ്സിൽ കാണുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ചെല്ലുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും എനർജി ആവുന്നില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പടിയാണ്. നമുക്ക് പൊണ്ണത്തടി വെക്കുന്നു. ഒരു പ്രായം കഴിയുമ്പോൾ ഫാറ്റ് ലിവർ വരുന്നു. അതേസമയം നമ്മുടെ രക്തക്കൊണ്ട ഭിത്തിയിൽ 5 വയസ്സ് 6 വയസ്സ് തൊട്ടേ കൊഴുപ്പടിയാണെന്ന് ചിന്തിക്കുക. എൽ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ബാഡ് കൊളസ്ട്രോൾ ദുർമേധസ് എന്ന് പഴയ വൈദ്യുതി വിളിച്ചത്. ഇത് രക്തക്കൊണ്ട എടുത്ത് അടിഞ്ഞു കൊടുക്കുന്നു. നിങ്ങളൊന്നും ചിന്തിക്കുക, എല്ലാ ഭാഗത്തേക്ക് രക്തോട്ടം കുറയും. ബ്രെയിനിലേക്കും ഹൃദയത്തിലേക്കും പാൻക്രിയാസിലേക്കും കിഡ്നികളിലേക്കും യൂട്രസ്, ഓവറി, ടെസ്റ്റിസ് എല്ലാ ഭാഗത്തേക്കും രക്തോട്ടം കുറയും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു അകാല വാർദ്ധക്യം ബാധിക്കില്ല. എല്ലാ കോശങ്ങൾക്കും ഈ വായു, വെള്ളം, ഭക്ഷണം ഒഴുകി എത്തുന്നത് രക്തത്തിൽ കൂടെ അല്ലേ? അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരു അകാല വാർദ്ധക്യം ബാധിച്ചതിന്റെ കാരണം നിങ്ങൾക്കറിയാം. വലിച്ചു വാരിയുള്ള ഭക്ഷണശീലവും നല്ലതും ചിട്ടയും തിരിച്ചറിഞ്ഞ് കഴിക്കാൻ നല്ല അറിവില്ലായിരിക്കും. പിന്നെ വ്യായാമം എന്ന് പറയുന്നത് എന്താണെന്ന് പോലും അറിയാതെ 4 ദിവസം ജിമ്മിൽ കിടന്ന് തലകുത്തി പറയുന്നത് അല്ല വ്യായാമം. രാവിലെ എഴുന്നേറ്റ് ആമ പോണത്, നടക്കാൻ പോകുന്ന അല്ല വ്യായാമം. ഇതിന്റെ പ്ലാനിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഈ രോഗങ്ങൾ ചെറുപ്രായത്തിൽ വരുന്നത്. പക്ഷെ പ്രോബ്ലം എവിടെയാണ്? ചെറുപ്പക്കാർ എനിക്കൊന്നും വരില്ല, എന്റെ പ്രഷറും കൂടില്ല, ഷുഗറും കൂടില്ല, കൊളസ്ട്രോളും കൂടില്ല, എനിക്കൊന്നും വരില്ല എന്ന് സ്വയം വിശ്വസിക്കുന്നത് കണ്ണടച്ച് ഇരുട്ടായി പിടിക്കും. ചെറുതായിട്ട് തുടങ്ങുമ്പോൾ തന്നെ അറിഞ്ഞാൽ 100% റിവേഴ്സിബിൾ ആണ്. പക്ഷേ എനിക്ക് വരില്ല വരണമെന്ന് ശരി ആശ്വസിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പോകും. ഭക്ഷണം വലിച്ചു വഴി കഴിച്ചിരിക്കും. ഞാനൊരു ഒന്നും തന്നെ പ്ലാൻഡ് ആയിട്ട് ചെയ്യില്ല. ഓരോ ദിവസം കഴിയുമ്പോഴും കൊഴുപ്പടിയുന്നു, ധൂമേധസ് അടിയുന്നു. നിങ്ങളുടെ രക്തക്കൊണ്ട ഭിത്തി പ്രായം കൂടുന്നതോറും പതുക്കെ ബ്ലോക്കുകൾ വലുതായി വന്ന് ഒരു വിഴുങ്ങാക്കൊണ്ട അവസ്ഥയിൽ എല്ലാ രക്തക്കൊലകളും എത്തുന്നതൊന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ തലച്ചോറിലേക്ക്, ഹൃദയത്തിലേക്ക്, തൈറോയിഡിലേക്ക്, പിറ്റ്യൂട്ടറിലേക്ക്, കിഡ്നികളിലേക്ക്, ഹൃദയ എല്ലാ അവയവത്തിലേക്കും രക്തോട്ടം പതുക്കെ കുറയാൻ. ഓരോ കോശങ്ങൾക്കും വായു, വെള്ളം, ഭക്ഷണം ഒഴുകിയെത്തുന്നത് രക്തക്കൊഴുകൂടെ അല്ലേ ഒഴുകിയെത്തേണ്ടത്. അപ്പൊ എന്ത് പറ്റും? ഹൃദയം കുറച്ച് കൂടുതൽ ബലത്തിൽ പമ്പേണ്ടി വരില്ല. എന്നാലല്ലേ എല്ലാ കോശങ്ങളിലേക്ക് രക്തസഞ്ചാരം സുഗമമാവും. അപ്പോൾ പ്രഷർ കൂടാനുള്ള കാരണം മനസ്സിലാവും. സോ അധ്വാനം വ്യായാമില്ലാതെ വലിച്ചുവാരി ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് ശരീരത്തിൽ കൊഴുപ്പടിയാൻ നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബി പി കൂടാം. പക്ഷെ എല്ലാവർക്കും കൂടിക്കൊള്ളണമെന്നില്ല. ചിലർക്ക് പാൻക്രിയാസിലേക്ക് രക്തോട്ടം കുറഞ്ഞിട്ട് പാൻക്രിയാസിന് അകാല വാർദ്ധക്യം വരിക. അപ്പോൾ പ്രീ ഡയബറ്റീസിലേക്ക് പോകും, ലേസി പാൻക്രിയാസ്. അപ്പൊ മസിൽസിലെ ഗ്ലൂക്കോസ് എനർജി ആവുന്നില്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസും കൂടെ വരുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി പ്രമേയത്തിൽ തുടക്കം പ്രീ ഡയബറ്റീസ്. പിന്നെ അത് ഡയബറ്റീസിലേക്കും. ഈ ചെറുപ്പക്കാർക്ക് ഡയബറ്റീസ് ഉണ്ടെന്ന് അറിയുമ്പോഴേക്കും അത് 200, 250, 300, 400 കയറി കഴിയുമ്പോൾ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ, അതായത് ദാഹക്കൂടലോ മൂത്രം കൂടുതലോ പോക്കോ അല്ലെങ്കിൽ മുറിവ് ഉടങ്ങാതെ അതിന്റെ കഴുത്ത് പ്രശ്നങ്ങളിലേക്ക് വരുന്നു, തൊലിപ്പുറത്ത് എന്തെങ്കിലും തൊലിച്ചരങ്ങളൊക്കെ വരുന്നു, കുറവായിരിക്കാം, എന്തെങ്കിലുമൊക്കെ പ്രശ്നം, സെക്സ് പ്രോബ്ലംസ് ആയിരിക്കാം. ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിയുമ്പോഴാണ് പ്രമേയ രോഗിയാണെന്ന് അറിയുന്നത്. പക്ഷെ അറിയുമ്പോഴേക്കും 300, 350, 400 അറിയുമ്പോൾ ഉള്ളില് കാണാപ്പടം പഠിച്ച കുറെ വാല്യൂസ് ആണ് പലരുടെ മനസ്സിലുള്ളത്. അയ്യോ എന്റെ 300 400 വരെ ആദ്യം പിടിക്കുന്നത് അന്ന് തൊട്ട് അവരുടെ ജീവിതം തൊലഞ്ഞു എന്ന് കൂട്ടി.
400-500 ഷുഗർ കണ്ടാൽ ഞങ്ങൾ എന്താ ചെയ്യുന്നത്? ഡോക്ടേഴ്സ് ഞങ്ങൾ അറിയാതെ ഷുഗർ പെട്ടെന്ന് കുറയ്ക്കാൻ വേണ്ടി എപ്പോഴും ഇൻസുലിൻ കൊടുത്തു അല്ലെങ്കിൽ ഗുളിക തുടങ്ങി ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നിങ്ങള് പൊതുജനങ്ങൾ ചിന്തിക്കുന്നത് ഇത് ഗ്രാജുവലി കയറി കയറി വന്നതിന്റെ കാരണം ആരാണ്? ഇത് ഒരു ദിവസം കൊണ്ട് കയറി കയറി വന്നു. രക്തക്കൊള്ള വ്യക്തിയിലെ ബ്ലോക്കുകൾ അത് ഒരു ദിവസം കൊണ്ട് ഉണ്ടായി വരുന്നതാണ്. ഇപ്പോ 5 പാസ് ചെയ്തത് മരിച്ചു പോകുന്ന ടെൻഷൻ മനസ്സിൽ നിന്ന് കളയും. ഡോക്ടേഴ്സ് പറയും അത് നിങ്ങളോട് വിലയിരുത്താൻ പഠിക്കണം. സോ പ്രഷർ ഗ്രാജുവലി കൂടിക്കൂടി വരുന്നത് കൊഴുപ്പടിയുന്നുണ്ടാണ്. ഷുഗർ കൂടിക്കൂടി വരുന്നത് മസിൽസിൽ ഗ്ലൂക്കോസ് കൊഴുപ്പ് എനർജി ആവുന്നു. പതുക്കെ ബ്ലഡിലെ ഗ്ലൂക്കോസ് കയറി കയറി വന്ന് ഇൻസുലിൻ റെസിസ്റ്റൻസും ആൻഡ് ലേസി പാൻക്രിയാസ്. സോ ബ്ലഡ് ഷുഗർ കൂടി ഇതൊക്കെ ഗ്രാജുവലി കയറി കയറി നമ്മൾ ആദ്യം ഉണ്ടെന്ന് അറിയുമ്പോൾ ചിലപ്പോൾ 400 450 ഒക്കെ ആയിരിക്കാം. പക്ഷെ അത് ഒരു ദിവസത്തിന്റെ കൂടി തന്നെ. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കണ്ടുപിടിച്ച ഉടനെ ഞാൻ മരുന്ന് കഴിക്കേണ്ടി വരുമോ എന്ന് പേടിച്ചിട്ടാണ് നിങ്ങൾ ചെക്കപ്പ് നടത്തുന്നത്. നിങ്ങൾ എന്തെന്ന് അറിഞ്ഞിട്ടെങ്കിൽ ഉടനെ മരുന്ന് തുടങ്ങട്ടെ. നിങ്ങൾക്കൊരു 200 250 300 ഒക്കെ ഉള്ളപ്പോഴാണ് അറിയണമെങ്കിൽ ഇത് ഒരു ദിവസത്തിന്റെ കൂടിയതല്ല. നിങ്ങൾ ഒരാഴ്ച നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ഡയറ്റ് കൺട്രോൾ ചെയ്യും. അരി കിഴങ്ങ് ഗോതമ്പ് വറുത്തതും പൊരിച്ചത് കൊഴുപ്പെല്ലാം കുറച്ചിട്ട് പച്ചക്കറികളും പഴങ്ങളും പയറുകളും കൂടുതലാക്കിയിട്ട് ആവശ്യത്തിന് മുട്ട പാല് ഇറച്ചിയും കഴിച്ചിട്ട് ക്വാളിറ്റിയുള്ള ഭക്ഷണം കഴിക്കുക. അല്ലാതെ പട്ടിണി കിടന്ന് പ്രമേയം മാറ്റാൻ ശ്രമിച്ചേക്കുന്നത് കറ ഒറ്റ നാടൻ പശുവിന്റെ പോലെ ഇരിക്കും കൊലണ്ടിട്ട്. സോ പട്ടിണി കിടന്നാൽ പ്രമേയം മാറ്റും. ക്വാളിറ്റിയുള്ള ഭക്ഷണം കഴിക്കുക. അനാവശ്യമായിട്ട് കഴിക്കുന്ന കാർബും ഫാറ്റും കുറക്കുക. എന്നിട്ട് ചിട്ടയായിട്ട് പ്ലാൻഡ് ആയിട്ട് ഒരാഴ്ച വ്യായാമം ചെയ്യും. ഞാൻ പഠിപ്പിച്ചാണ് ഒരാഴ്ച ചെയ്തു. ആ 350 ഷുഗർ 300 250 കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചകളിൽ നിങ്ങൾക്കൊന്ന് ശ്രമിച്ചുകൂടെ? അതപ്പോ 200 150 താഴ്ന്നു വരുന്നുണ്ടെങ്കിൽ നമ്മൾ മരുന്നിട്ട് ലോകത്തേക്ക് പോകണ്ട. നിങ്ങൾ സ്റ്റാർട്ട് ഡൂയിങ് അത് നിങ്ങൾ കൃത്യമായിട്ട് വ്യായാമം ചെയ്യാൻ തുടങ്ങുന്നു. ചിട്ടായിട്ട് ഭക്ഷണം കഴിക്കുന്നു. വിത്തിൻ ഫ്യൂ വീക്സ് നിങ്ങൾ പഴയാണ്. അഥവാ എന്തെങ്കിലും സിംറ്റംസിന്റെ ബുദ്ധിമുട്ട് കാരണം അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ തോതിൽ ഒരു മെഡിക്കൽ സപ്പോർട്ട് നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ ബ്ലഡ് വെസൽസും എല്ലാം ബ്ലഡ് ഫ്ലോ എല്ലാം കൂടി ശരീരം ഫുള്ള് റിഫ്രഷ് ചെയ്ത് വീണ്ടും ശരീരം യങ് ആക്കി കഴിഞ്ഞാൽ ഈ മരുന്ന് തുടങ്ങിയാൽ പോലും നമുക്ക് നിർത്താൻ പറ്റും. അല്ല, മരുന്ന് തുടങ്ങാതെ തന്നെ നമുക്ക് തടയാൻ പറ്റും. ആൻഡ് ഇത് ശരിക്ക് ഉപശീശാത ഉപകാരം എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ ചെറുതായിട്ട് പ്രഷറോ ഷുഗറോ കൊളസ്ട്രോ കൂടുന്നത് നല്ലതാണ്. നിങ്ങൾക്കൊരു വാണിംഗ് നിന്റെ കയ്യിലിട്ട് ശരിയല്ല മോളെ ശ്രദ്ധിക്കുക എന്നൊരു ഒരു ഉൾവിളി വരും. അതുകൊണ്ട് നമ്മൾ നന്നാവും. വലിച്ചു വാരിയുള്ള ഭക്ഷണവും പോവും, ചിട്ടയായ വ്യായാമം ഹാബിറ്റായി മാറും. അതോടുകൂടി നമുക്ക് ഈ അകാല വാർദ്ധക്യം നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതാവും. നമുക്ക് ചെറുപ്പം കാത്തു സൂക്ഷിക്കാൻ പറ്റും. ഒരു നല്ല പ്രായം വരെ കോംപ്ലിക്കേഷൻസ് ഒന്നും വരാതെ പ്രഷറോ ഷുഗറോ കൊളസ്ട്രോൾ ചെറുതായിട്ടൊന്നും കൂടിയാകുന്നത് മൈൻഡ് ചെയ്യും. കൃത്യമായിട്ട് ഭക്ഷണം കഴിച്ച് കൃത്യമായിട്ട് വ്യായാമം ചെയ്യുന്ന ആൾക്കാർക്ക് ചെറുതായിട്ട് പ്രഷറോ ഷുഗറോ കൊളസ്ട്രോൾ ഇത്തിരി കൂടി നിന്നാൽ ഒന്നും സംഭവിക്കില്ല. ഒത്തിരി അല്ല. കാരണം കൊഴുപ്പടിയാണോ ഗ്ലൂക്കോസ് അടിയാണോ നമുക്ക് സംഭവിച്ചില്ല. ബ്ലഡ് ഷുഗർ 100 ആയാലും 140 ആയാലും എന്ത് വ്യത്യാസം? നിങ്ങൾ വാല്യൂസ് കാണാപ്പെടുമ്പോൾ ടെൻഷൻ അടിക്കുമ്പോഴാണ് പ്രശ്നം. സോ ചെറുപ്പക്കാര് ചെക്കപ്പ് നടത്താതെ കണ്ണടച്ച് ഇട്ടാക്കുമ്പോൾ എനിക്കൊന്നും വരില്ല എന്ന് സ്വയം ആശ്വസിപ്പിക്കാതെ എനിക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം എന്റെ ജീവിത രീതി താളം തെറ്റിയാണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വരാൻ സാധ്യതയുണ്ട്. ഒന്ന് പോയിട്ട് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ പ്രൊഫൈൽ ചെക്ക് ചെയ്യുക. അത് ചെറിയ കുറച്ചുകൂടി കൂടുതലൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ചിട്ടയും ജീവിക്കാൻ തുടങ്ങും. ജീവിതകാലം ഫുള്ള് രോഗിയായി മരുന്നുകൾ കഴിച്ച് ജീവിക്കുന്നതിന് പകരം മരുന്നുകളൊന്നും കൂടാതെ ഏറ്റവും നല്ല ഹെൽത്തിൽ ജീവിക്കുക. ഹെൽത്ത് സയൻസ് അതാണ് വേണ്ടത്, മെഡിക്കൽ സയൻസ് അല്ല. ഹെൽത്ത് പോകുമ്പോഴാണ് ഈ ഹെൽത്ത് അല്ലെങ്കിൽ രോഗങ്ങൾ. സോ നമുക്ക് വേണ്ടത് കേടായ ശരീരങ്ങളെ റിപ്പയർ ചെയ്യാനുള്ള മരുന്നുകളല്ല വേണ്ടത്. ശരീരങ്ങൾ കേടാവാതെ നോക്കുന്ന സർവീസ് സെന്റേഴ്സ് പോലെ വർക്ക്ഷോപ്സിന്റെ കൺസെപ്റ്റിൽ നിന്നും ഒരു സർവീസ് എന്ന കൺസെപ്റ്റിൽ നമ്മളെല്ലാം നമ്മുടെ ജീവിതശൈലി താളത്തിലല്ലെങ്കിൽ ജീവിതശൈലി താളത്തിലാക്കിയേ പറ്റൂ. ഓക്കെ, ഇല്ലെങ്കിൽ നമ്മളെല്ലാം നാളെ ഓക്കെ മനസ്സിലാക്കുക. റെഗുലറായിട്ട് വേണ്ട സമയത്ത് ചെക്കപ്പ് നടത്തുക. അത് നിങ്ങളുടെ നടത്തുന്ന ഏറ്റവും നല്ല ലാബിൽ പോയിട്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് വിലയിരുത്തും. എന്നിട്ട് കൂടുതലില്ല എന്ന് ഉറപ്പാക്കുക. ചെറിയ കൂടുതലെ കണ്ണിൽ ഉടനെ ലൈഫ് സ്റ്റൈൽ ഒന്ന് മോഡിഫൈ ചെയ്യാം. ബസ് അതോടുകൂടി എല്ലാം ഓക്കെ ആകുന്നു. ഇല്ലെങ്കിൽ മാത്രം മരുന്നുകൾ ലോകത്തേക്ക് ജീവിതകാലം രോഗിയായിട്ട് ജീവിച്ചു മരിക്കും.